ഡെസേർട്ടിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ, വർഷങ്ങളായിട്ട് റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ, ഡെസേർട്ടിനെ കുറിച്ച് കൃത്യമായിട്ട് അറിവുള്ള ആൾക്കാർ അവിടുന്ന് വഴി തെറ്റിയിട്ട് മരിച്ചിട്ടുണ്ട്. ഇവനെ പലപ്പോഴും ഇവനെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോക്കാണ്. അവിടെ നിന്ന് എടുത്തിട്ട് പിന്നെ 70 കിലോമീറ്റർ കൊണ്ടുപോകണം. ഒന്ന് ട്രിപ്പ് ഇട്ടിട്ട് വരണം, കാരണം അവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ ഇത്രയും പേര് ഇവിടെ ഉണ്ട്. ബ്രദർ ചെയ്യുമ്പോഴും നമ്മൾ നേരിന് കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് ആണ് നമ്മൾ ബിഗ് ബ്രദറിലും ആഗ്രഹിക്കുന്നതും വിചാരിക്കുന്നതും. ലാലേട്ടനെ പോലെ ഒരു ആക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നോട്ട് എവറി ടൈം നമ്മൾ വിചാരിക്കണ പോലെ കാര്യങ്ങൾ നടക്കണം എന്നില്ല. ഈ അജുവിൻ്റെ കാര്യം ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ ആലോചിച്ചു. എന്തോ അവനെ ടെസ്റ്റ് ചെയ്ത സമയത്ത് ആലോചിച്ച കാര്യം വെച്ചാൽ, ഞാനൊരു ഭയങ്കര ഇതായിട്ടുള്ളൊരു ചേഞ്ച് അവന് കൊടുക്കുക എന്നുള്ള രീതിയിലൊന്നും ആയിരുന്നില്ല. ഈ റിമി ആയിട്ടുള്ളൊരു പെയറായിട്ടൊരു ലവ് സോങ് അവൻ പ്ലേ ചെയ്യുക. സാർ പറഞ്ഞിട്ടുണ്ട് ഷൂട്ടിംഗ് തന്നെ എടുക്കുക, നീ എന്നെ ഭയങ്കരമായിട്ട് സർപ്രൈസ് ചെയ്ത് ജൂണിൽ. കാരണം സാറിന് ഭയങ്കര പേടി ഉണ്ടായിരുന്നു, നല്ല സംശയം ഉണ്ടായിരുന്നു എൻ്റെ കാര്യത്തിൽ മാത്രമായിരുന്നു. ഇവൻ എങ്ങനെ വരും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. എന്നിവർ ചെയ്യുമ്പോൾ നമ്മളൊന്നും വലിയ അല്ലെങ്കിൽ അതിന് അപ്രിസിയേഷൻ കിട്ടുമെന്നോ അല്ല അങ്ങനത്തെ ഒരു സിനിമ ആവുമെന്നോ എന്നൊന്നും വിചാരിച്ചിട്ടില്ല. ജീവിതം നമ്മൾ സിനിമ കണ്ടിട്ടില്ല, നമ്മളാരും കണ്ടിട്ടില്ല, എങ്ങനെയാണ് അത് എടുത്ത് വെച്ചേക്കുന്നതെന്ന് അറിയില്ല. പക്ഷെ നമുക്കറിയാം അതൊരു വലിയ ക്യാൻവാസിൽ വലിയ റേഞ്ചിലുള്ളൊരു സിനിമയായിരിക്കും. ഞാനിങ്ങനെ നിൽക്കുന്ന ഒരു പോസ്റ്റ് ഇട്ടപ്പം പെട്ടെന്ന് അത് ഒരു പൃഥ്വിരാജിൻ്റെ ഒരു ചെറുപ്പകാലം പോലെയും തോന്നി. എനിക്ക് അങ്ങനെ കുറേ പേര് എൻ്റെ അടുത്ത് പൃഥ്വിരാജിൻ്റെ ഒരു ലുക്കിൽ വന്നു എന്ന് പറഞ്ഞപ്പം ഇന്റിമേറ്റ് സീനാണ് അത്. ഭയങ്കര ലസ്ഫുൾ സാധനം കാണിക്കാനോ അല്ലെങ്കിൽ ആ ഒരു സിനിമയിൽ വന്നതിന് ശേഷം എനിക്ക് ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. മീഡിയ വണ്ണിൽ നമ്മളോടൊപ്പം ഉള്ളത് സർജാനോ ഖാലിദും അനീഷ് അൻവറുമാണ്. രാസ്തയാണ് പുതിയ സിനിമ. ഇപ്പം അതിൻ്റെ ട്രെയിലറും പാട്ടൊക്കെ കാണുന്ന സമയത്ത് കഥാപാത്രങ്ങളോളം പ്രാധാന്യത്തിൽ വരുന്നത് മരുഭൂമിയാണ്. അപ്പം മലയാളികൾക്ക് ഇപ്പം നമുക്ക് പ്രവാസി ലോകത്തിൻ്റെ പല സിനിമകൾ പല ആസ്പെക്റ്റിലുള്ളത് വന്നിട്ടുണ്ട്. പക്ഷെ ഒരു സർവൈവൽ, ഒരു മരുഭൂമിയുടെ സർവൈവൽ എന്നുള്ളൊരു, അല്ലെങ്കിൽ മരുഭൂമി അത്രയ്ക്കധികം അതിൻ്റെ പല ആസ്പെക്റ്റുകൾ കാണിക്കുന്നതൊന്നും അധികം വന്നിട്ടില്ല. അപ്പോൾ ഒരു നടൻ എന്നുള്ള നിലയിലും നടനും ഇതിൻ്റെ ക്രിയേറ്റർ എന്നുള്ള നിലയിലും മരുഭൂമി എങ്ങനെയുണ്ടായിരുന്നു? ആ ഒരു മരുഭൂമി എന്നുള്ളൊരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഫസ്റ്റ് ടൈം ആണോ അങ്ങനത്തെ ഒരു ഷൂട്ടിംഗ് എക്സ്പീരിയൻസ്? എനിക്ക് ഫസ്റ്റ് ടൈം ആയിരുന്നു. മരുഭൂമി കാണാൻ ഭയങ്കര എസ്തെറ്റിക്കലി പ്ലീസിങ്ങും അവിടെ വൈകുന്നേര സമയങ്ങളിൽ, അതായത് സൺസെറ്റ് സമയങ്ങൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളും അവിടെ തന്നെ ഒരു ഇതിനകത്തൊരു ഡയലോഗ് ഉണ്ടല്ലോ അല്ലെ, സൺസെറ്റ് ഭയങ്കര ഭംഗിയാണെന്ന് പറഞ്ഞ് ടീസറിൽ. അത് ശരിക്കും ഭയങ്കര രസമുള്ളൊരു ആ സമയത്തുള്ള വെതറും അത് നല്ല രസമുള്ള പരിപാടിയാണ്. ബട്ട് ദ പ്രോബ്ലം അത്, പക്ഷെ അതുപോലെ തന്നെ എക്സ്ട്രീം വെതർ കണ്ടീഷൻസ് ആണ്. രാവിലെ നല്ല ചൂടായിരുന്നു ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, രാത്രി നല്ല തണുപ്പും. അപ്പം ഈ രാവിലത്തെ ചൂട് ഭയങ്കര പ്രശ്നമാണ്. കാരണം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പം കുറച്ച് അകത്തോട്ടാണ്, നമ്മൾ ഡെസേർട്ടിന് കുറച്ച് അകത്തോട്ട്, എത്ര 70 കിലോമീറ്റേഴ്സോളം അകത്തോട്ട് പോയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം കുറെ ഫെസിലിറ്റീസും അങ്ങനത്തെ ഒന്നുമില്ല. നമ്മൾ ശരിക്കും പറഞ്ഞ ഡെസേർട്ടിൽ ലോക്കായ പോലെ തന്നെ അവിടെ നിന്നുകൊണ്ട് കൊണ്ടുപോയ സാധനങ്ങൾ കൊണ്ട് സർവൈവ് ചെയ്ത് ഷൂട്ട് ചെയ്ത് വരണം. ആർട്ടിസ്റ്റുകൾക്ക് വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവില്ല. ബട്ട് ബാക്കിയുള്ള ഈ യൂണിറ്റിലെ ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് ഷൂട്ട് ചെയ്തത്. പക്ഷെ അതായിരുന്നു എക്സ്പീരിയൻസ് ഓഫ് ദ ഫിലിം. നല്ല പരിപാടിയായിരുന്നു. ഇപ്പോൾ സർജ് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചതായിരുന്നു, നമ്മൾ ഇപ്പം പല ഇൻ്റർവ്യൂവിലും എന്താണ് ചലഞ്ചസ്, എന്താണ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അവിടുത്തെ വെതർ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ 70-80 കിലോമീറ്റർ പോകും നമ്മളൊരു 360 ഡിഗ്രിയിൽ നമുക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു സംഭവങ്ങളും അടുത്ത എവിടെയെങ്കിലും എന്തെങ്കിലും വളരെ ദൂരെയാണെങ്കിലും ഒരു വീടോ ഒന്നും കാണാൻ പാടില്ല. നമ്മുടെ സിനിമയിൽ പറയുന്നത് അത്രയും ദൂരെയാണ് ഇവരുള്ളത് നമുക്ക്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഓരോ ദിവസവും ഓരോ സ്ഥലത്തേക്ക് പോകണം, കാരണം ഇവരുടെ ഒരു ട്രാവലുണ്ട് ഡെസേർട്ടിൻ്റെ ഉള്ളിൽ. അപ്പം ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള ആ യാത്ര തന്നെ കുറച്ച് പ്രശ്നമാണ്. കാരണം നമ്മൾ മോർണിംഗ് 6 o'clock ഡെസേർട്ടിൻ്റെ ആ ഒരു ഗേറ്റിൻ്റെ അവിടെ പോലത്തെ എത്തിക്കഴിഞ്ഞാൽ ഓരോ ദിവസം ഓരോ സ്ഥലത്ത് പോകണം. 4-wheel ഡ്രൈവ് ആയിരിക്കും. എനിക്ക് തോന്നുന്നത് ഈ നമ്മൾ പറയാത്ത, നമ്മൾ 3-4 പേര് ഒരു വണ്ടിയിൽ പോകുമ്പം എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം ഇതിങ്ങനെ അവിടുത്തെ ഒമാനികളാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ ഇതുവരെ പറഞ്ഞിട്ടില്ല, എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നതാണ്.
ഞാൻ ഫ്രണ്ടിലിരിക്കുന്നതാണ്, ഞാൻ കണ്ണടച്ചിരിക്കും. കാരണം ഇവരുടെ ഒരു ക്യാരക്ടറും മൊമാനികൾ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. പക്ഷെ അവർ കുറച്ച് ഹൈപ്പർ ആൾക്കാരും കൂടിയാണ്. അവർക്ക് ഡ്രൈവ് ചെയ്ത് ശീലം ഉണ്ടാവും. നമ്മൾ സാധാരണ 4 വീൽ ഡ്രൈവിന് ഇവിടുന്ന് പോകുന്ന പോലെ അല്ല. അവര് നമുക്കറിയാലോ ഈ ഡെസേർട്ടിൽ തന്നെയുള്ള ഈ അവിടുത്തെ ഈ അറബികൾ അവർ വണ്ടികൾ ഹാൻഡിൽ ചെയ്യുന്ന രീതി നമുക്ക് കണ്ടാൽ പേടിയാവും. പ്രത്യേകിച്ച് അപ്പോൾ 4 വീൽ പോലത്തെ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ അതിങ്ങനെ മുകളിലേക്ക് കുത്തിപ്പോയിട്ട് ചിലപ്പോൾ അവിടെ അങ്ങ് നിൽക്കും. അപ്പോൾ നമ്മളിങ്ങനെ പേടിച്ചിരിക്കണം. പിന്നെ ഇങ്ങനെ തിരിച്ചു വന്നാൽ അങ്ങനെ ഒരു ട്രാവൽ കഴിഞ്ഞിട്ടാണ് ഷൂട്ട് തുടങ്ങേണ്ടത്. അത് നമ്മളൊരു പ്ലേസ് കണ്ടുവെച്ച് എല്ലാ ദിവസവും പുതിയ പുതിയ സ്ഥലം കാണണം. കാരണം നമുക്ക് അവിടെ ആൾക്കാർ പോയതിൻ്റെ യാതൊരു ഇതും ഉണ്ടാകാൻ പാടില്ല. ഒരു ഫുട് പ്രിന്റ്സോ അല്ലെങ്കിൽ ആൾക്കാർ സാധാരണ പോകുന്ന ഒരു സ്ഥലങ്ങളാവരുത്, കാറിന്റെ ട്രാക്ക് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സമയങ്ങളിൽ ഉള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ ഓരോ ദിവസം ഓരോ സ്ഥലങ്ങളിലായിരിക്കും. അപ്പോൾ ഞാൻ ഇപ്പം ഓർമ്മ വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ തുടങ്ങി വെച്ച പോയിന്റ് എന്ന് വെച്ചാൽ ഇത് ചൂട് പിന്നെ എക്സ്ട്രീം തണുപ്പ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ സാൻഡ് സ്റ്റോം ഉണ്ടായിരുന്നു. അത് നമ്മൾ വിട്ടുപോയൊരു കാര്യം. മെയിൻ സംഭവം സാൻഡ് സ്റ്റോമാണ്. നമ്മളവിടെ ഫേസ് ചെയ്യേണ്ടുന്ന പല ചാലഞ്ചസിൽ ഏറ്റവും മെയിനായിട്ടൊരു സാധനം സാൻഡ് സ്റ്റോം. നമ്മൾ ഡെസേർട്ടിൽ എന്താണ് ഇത്ര ഭീകരത എന്നുള്ളത് ഞാൻ പേഴ്സണലി ആലോചിച്ച കാര്യമായി. ഡെസേർട്ടിൽ ലോക്കാം എന്താണ്, കുറച്ച് ചൂടുണ്ടാവും, വെള്ളം കിട്ടിയില്ല അതിൻ്റെ പ്രശ്നം ഉണ്ടാവും. പക്ഷെ അവിടെ സിനിമയിൽ പറയുന്നുണ്ട് കേട്ടോ, അവിടെ ഈ ഡെസേർട്ടിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ, വർഷങ്ങളായിട്ട് റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ, ഡെസേർട്ടിനെ കുറിച്ച് കൃത്യമായിട്ട് അറിവുള്ള ആൾക്കാർ അവിടുന്ന് വഴി തെറ്റിയിട്ട് മരിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പതുക്കെ അത് ഈ കഥ ഉണ്ടാക്കുന്നതിന് മുമ്പല്ല, കഥ ഉണ്ടാക്കുന്നതിന് ശേഷം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം റീസെൻ്റ്ലി നമ്മളതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്തും 2 ബോഡി കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് റൈറ്റേഴ്സ് പറഞ്ഞു. പിന്നെ ഒരു കാര്യം വെച്ചാൽ നമ്മുടെ അവിടുത്തെ ഒരു സിസ്റ്റം വെച്ചിട്ട് ഇങ്ങനെയുള്ളൊരു നെഗറ്റീവ് ഷെയ്ഡ്സ് ഉള്ള ന്യൂസുകൾ അവർ പുറത്തു വിടില്ല. നമ്മുടെ പോലെ അല്ല, അവരവരുടെ ഒരു ഇത് അനുസരിച്ചുള്ള മാത്രമേ വിടും. അപ്പം വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള സർക്കിളിൽ നിന്നായിരിക്കും ഇങ്ങനത്തെ ന്യൂസ് കിട്ടുന്നതും അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നത്. അപ്പോൾ ഈ സാൻഡ് സ്റ്റോം എന്ന് പറയുന്നത് നമ്മൾ ഒരു വിഷ്വൽ എഫക്ട്സ് അല്ല, നമ്മൾ ക്രിയേറ്റ് ചെയ്ത സാധനമാണ്. വലിയൊരു പ്രൊപ്പല്ലറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാക്കിയത്. അപ്പോൾ അതിൽ നമ്മൾ നിൽക്കണം. ഈ ഒരു 45, 80, 50 ഈ ഒരു ചൂടിൽ ഫുള്ള് എല്ലാ ഭാഗത്തുനിന്നും നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ സ്റ്റോം അടിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ നിൽക്കുക എന്ന് പറയുന്നത്, അതും കുറേ സമയം മണിക്കൂറുകളോളം അതിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. മൂക്കിലും കണ്ണിലൊക്കെ കയറിയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഇവനെ പലപ്പോഴും ഇവനെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോക്കാണ്. അവിടെ നിന്ന് എടുത്തിട്ട് പിന്നെ 70 കിലോമീറ്റർ കൊണ്ടുപോകണം. അവിടുന്ന് ട്രിപ്പ് ഇട്ടിട്ട് വരണം. കാരണം അവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഇത്രയും പേര് ഇവിടെ ഉണ്ട്. ഇവനത് സഹിച്ചിട്ട് തിരിച്ചു വരും. നമ്മളെ കൂടെ ഒരു പെൺകുട്ടിയുണ്ട്. നമുക്ക് അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാഷ്റൂമോ കാര്യങ്ങളോ നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റില്ല. നമുക്കൊരു കാരവൻ പോലത്തെ സൗകര്യങ്ങളും കണ്ടില്ല. അങ്ങനെ ഒരുപാട് ടാസ്കുകൾ. സിനിമയുടെ ഒരു പതിപ്പ് പോലെ തന്നെ ഷൂട്ടിങ്ങിലും അത്യാവശ്യം സ്ട്രഗിൾസ് ഒക്കെ. ഷുവല്ല, സിനിമയിൽ നമ്മൾ കാണിക്കുന്ന സമയത്തിന് ഇത്ര ഉണ്ടല്ലോ, ആ സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ അവിടെ 15 ദിവസമായിരുന്നു ഇത്. സർജാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്രിയേറ്റിവിറ്റി എന്നാണോ അർത്ഥം വരുന്നത് പാലി ലാംഗ്വേജില്? ഇപ്പം സർജാനോന്റെ ഒരു കരിയർ ഒരുപാട് വർഷത്തെ ആയിട്ടില്ല, കുറച്ച് വർഷത്തെ കരിയറാണ്. വളരെ കുറച്ച് സിനിമകളും ഇതൊക്കെ. പക്ഷെ അതിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പം ജൂണിൽ ഒരു കഥാപാത്രമുണ്ട്, ആദ്യരാത്രിയിലെ വേഷങ്ങളുണ്ട്. അപ്പം അതേസമയം തന്നെ കോബ്രയിൽ തമിഴിൽ ചെയ്യുന്നുണ്ട്, ക്വീൻ എന്നുള്ളൊരു സീരീസ് ചെയ്യുന്നുണ്ട്. ഇപ്പുറത്ത് വന്നിട്ട് ഇപ്പം എന്നിവർ വരെയൊക്കെ എത്തി നിൽക്കുന്ന സമാന്തര സിനിമയുടെ കൂടെ ഭാഗമായിട്ടുണ്ട്. സോ കുറച്ച് കരിയറിൽ തന്നെ ഡിഫറെൻറ്റ് ഓണറുകൾ ഡിഫറെൻറ്റ് ഒരു സിനിമയുടെ ധാരകളിലൂടെ ഒക്കെ പോയി കഴിഞ്ഞു. ഇത് വളരെ കോൺഷ്യസ് ആയിട്ടുള്ള ഡിസിഷൻ ആയിരുന്നോ? ഇപ്പൊ ഒരു നമ്മുടെ ക്രിയേറ്റിവിറ്റി പല പല സ്പേസിൽ തന്നെ യൂസ് ചെയ്യപ്പെടണം തുടക്കത്തിൽ നിന്നൊക്കെ? അങ്ങനൊരു ഡെസിഷൻ എടുക്കാനുള്ള ഒരു പ്രിവിലേജ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം. കാരണം ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെതായ ലിമിറ്റേഷൻസ്, അതായത് അതിൻ്റെതായ ചോയ്സസ് നമുക്ക് വന്നോളണമെന്നില്ല. ഇറ്റ് ഡിപ്പെൻസ്. ചിലപ്പം 2-3 സിനിമകൾ ഹിറ്റായി കഴിയുമ്പം 2-3 വലിയ സിനിമകൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പം അങ്ങനത്തെ കഥകൾ വരാം, കുറേ ഓപ്ഷൻസ് വരാം. അപ്പം എനിക്കിപ്പോൾ വരുന്ന ഓപ്ഷൻസിൽ നിന്നാണ് എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് അങ്ങനെ കമേഴ്ഷ്യൽ സിനിമേൻ്റെ മാത്രം ഭാഗമാവണം, അല്ലെങ്കിൽ ഫെസ്റ്റിവൽ മൂഡിലുള്ള സിനിമകളിൽ അങ്ങനെ എനിക്ക് രണ്ടിലും ഇപ്പം ഈ ഞാൻ എന്നിലുള്ളൊരു ആക്ടറിനെ ഞാനിപ്പോൾ മോൾഡ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ പ്രോസസ്സ് തുടങ്ങിയിട്ടുള്ളൂ. അപ്പം ഇതിലൊക്കെ ഒരു ലേണിംഗ് ഉണ്ട്. അപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ ആണെങ്കിൽ, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് ചാലഞ്ചിങ് ആണ്, ഐ കെൻ ഗിവ് ഇറ്റ് എ ട്രൈ, എൻ്റെ ഹോൾഡിൽ നിൽക്കണമെന്ന് എനിക്ക് തോന്നി അത് ഞാൻ ചെയ്യും. ഡസ് നോട്ട് മാറ്റർ അതിലെന്തെങ്കിലും കമേഴ്ഷ്യൽ വയബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡ്. ഇപ്പം ആസ് എൻ ആക്ടർ, കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എനിക്കൊരു ബെറ്റർ ആക്ടർ ആവണം.
ആരെപ്പോലെയും എനിക്കും ഒരു നല്ല സിനിമാ നടനാവണം, അറിയപ്പെടുന്നൊരു സിനിമാ നടനാവണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിലോട്ടേക്ക് എത്താൻ അതിൻ്റെ 100% കമ്മിറ്റ്മെൻറ്റോടെ കൊടുത്തിട്ട് പരിപാടികളൊക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ചെയ്യാന്നുള്ളതാണ്. ഇപ്പം അനീഷ് അൻവർ എന്നുള്ളൊരു സംവിധായകൻ്റെ കരിയറിൽ വരുമ്പോൾ ഡിഫറെൻറ്റ് ഓണറിലുള്ള പല പല ടൈപ്പ് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എല്ലാവരും ചിലപ്പം ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഓർക്കുന്നത് സക്രിയയുടെ ഗർഭിണികളായിരിക്കും. കാരണം അതുവരെ മലയാള സിനിമ കണ്ട ഒരുപാട് കാര്യങ്ങളെ പൊളിച്ചിട്ടുള്ള ഒരു വളരെ പുതിയൊരു പ്ലോട്ട്, ഒരുപാട് ഗർഭിണികളെ വെച്ചിട്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറി പറയാം. അപ്പോൾ അതിനകത്ത് ആ കുട്ടിയുടെ കഥാപാത്രം അടക്കമുള്ള അതിനെ തന്നെ പ്രസൻറ്റ് ചെയ്ത ഒരു പത്മരാജൻ കഥയിലൂടെ അതിനെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതുണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് നോക്കുകയാണെങ്കിൽ ആ സമയത്ത് റീമ കല്ലിങ്കലിനെയും മജു വർഗീസിനെയൊക്കെ വേറൊരു രീതിക്ക് അവർക്ക് കുറച്ച് സിനിമകളെ ആ സമയത്ത് ചെയ്തുള്ളൂ എന്ന് വെച്ചാൽ മജു വർഗീസ് കുറേ തമാശകൾ ചെയ്യുന്ന ആളാണ്. ആൾക്കൊരു റൊമാൻറ്റിക് ഇച്ചിരി സീരിയസ് മോഡിലുള്ള ഒരു സാധനം ചെയ്യാൻ പറ്റുന്നത് ആ സിനിമയിലാണ് കുറച്ചുകൂടെ വിചാരിക്കും. ഇപ്പോൾ എല്ലാവരും കമലയൊക്കെ ആയിട്ടായിരിക്കും ആളുടെ ഒരു എന്താ പറയുക കരിയർ ഷിഫ്റ്റിനെ അസോസിയേറ്റ് ചെയ്യുക. ബട്ട് അതിന് മുൻപ് ആൾ ട്രൈ ചെയ്തിട്ടുള്ളത് സക്രിയയുടെ ഗർഭിണികളിലാണ്. അതേപോലെ റീമ കല്ലിങ്കൽ വളരെ കാസർഗോഡ് സ്റ്റൈലിലുള്ളൊരു സ്ലാങ് പറയാനൊക്കെ ഉള്ളത്. സോ കാസ്റ്റിംഗ് കൊണ്ടും അല്ലെങ്കിൽ അതിൻ്റെ തീം കൊണ്ടൊക്കെ വളരെ ഇപ്പോഴും ആളുകൾ ഒരുപാട് ഓർത്തിരിക്കുന്ന ഒരു സിനിമയാണ്. ഇപ്പോൾ സക്രിയയുടെ ഗർഭിണികളിലെ അനീഷ് അൻവർ എവിടെയാണ് നിങ്ങളുടെ ഒരു കരിയറിൽ? ഇത് പ്രേക്ഷകരുടെ ഒരു മാർക്കിംഗ് ആണല്ലോ. നിങ്ങളുടെ ഒരു കരിയറിൽ എവിടെയാണ് സക്രിയയുടെ ഗർഭിണികളെ പ്ലേസ് ചെയ്യുന്നത്? ഇല്ല, അത് എനിക്കിപ്പം എല്ലാവരും അതിനെക്കുറിച്ച് ഇങ്ങനെ എടുത്ത് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ 2 ദിവസമായിട്ട് ഇതിൻ്റെ ഒരു പ്രൊമോഷൻ്റെ സമയത്ത് അതിങ്ങനെ ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് പറയുമ്പം ഞാൻ പ്രൗഡാണ്. അത് കാരണം അത് അന്നത്തെ സമയത്ത് ചെയ്യുമ്പം അന്ന് വേറെ ചിന്തകളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ സിനിമനെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബിസിനസ്സിനെ കുറിച്ചൊന്നും ചിന്തിക്കാണ്ട്, അല്ലെങ്കിൽ ചിന്തിക്കേണ്ട കാര്യമില്ല നീ സിനിമ ചെയ്തോളൂ എന്ന് പറയുന്നൊരു പ്രൊഡ്യൂസറും എല്ലാം വന്നപ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു കഥ ചെയ്യാൻ പറ്റുന്നത്. ഈ അജുവിൻ്റെ കാര്യം ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ ആലോചിച്ചു. എന്തോ അവന് ടെക്സ്റ്റ് ചെയ്ത സമയത്ത് ആലോചിച്ച കാര്യം വെച്ചാൽ ഞാനൊരു ഭയങ്കര ഇതായിട്ടുള്ളൊരു ചേഞ്ച് അവന് കൊടുക്കുക എന്നുള്ള രീതിയിലൊന്നും ആയിരുന്നില്ല. ഈ റിമി ആയിട്ടുള്ളൊരു പെയറായിട്ടൊരു ലവ് സോങ് അവൻ പ്ലേ ചെയ്യുക, അങ്ങനത്തെ ഒരു മൂമെൻറ്റ്സിൽ ഒരു പാട്ടൊക്കെ ചെയ്യുക, അത് കൊറിയോഗ്രാഫി ചെയ്തതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അവൻ ആദ്യം ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനത്തെ ചെയ്യാത്തതുകൊണ്ടായിരിക്കാം. എന്നാലും എനിക്കിഷ്ടമുള്ള രീതിയിൽ അത് വിഷ്വൽ ചെയ്ത് കഴിഞ്ഞു. ആ സോങ് ഞാൻ തന്നെ എഴുതിയതും. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം 1-2 വർഷം കഴിഞ്ഞ ശേഷം അജു എവിടെയോ പറയുന്നപ്പോഴാണ് ഞാനും അത് ആലോചിച്ചത്. അജു പറഞ്ഞു എനിക്ക് ഭയങ്കര ചേഞ്ച് ഉണ്ടാക്കിയ സാധനമാണ് ആ സിനിമയിൽ ഞാൻ അങ്ങനെ ഒരു സംഭവം ചെയ്ത് എന്നൊക്കെ പറയുമ്പോഴാണ് ഞാനും വിചാരിക്കുന്നത്. അല്ലാണ്ട് പർപ്പസ്ഫുള്ളി ഇവനിങ്ങനെ തമാശ പറയുന്നല്ല, ഇങ്ങനെ അവനൊരു ക്യൂട്ടായിട്ടുള്ളൊരു ബോയാണ്. അപ്പോൾ അവൻ്റെ ഒരു പ്രണയം കാണിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് അങ്ങനെ കാസ്റ്റ് ചെയ്തത്. റിമൻ്റെതും അങ്ങനെ തന്നെ. റിമക്ക് ചലഞ്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ കാസർഗോഡ് സ്ലാങ് മാത്രമേ ഉള്ളൂ. അപ്പം അത് നമ്മുടെ ഒരു സിറ്റുവേഷൻ കൊടുത്തിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെയൊക്കെ പറയൂ എന്ന് പറഞ്ഞതല്ല, എക്സാക്റ്റ് ഡയലോഗ്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. കാസർഗോഡുള്ള ഒരാളെ കൊണ്ടുവന്നിട്ട് എൻ്റെ ഫ്രണ്ടിനെ കൊണ്ടുവന്നിട്ട് ഞാൻ നമ്മളെ ഡയലോഗ് ഇന്നതാണ്, അത് കാസർഗോഡ് സ്ലാങ്ങിൽ എങ്ങനെയാണ് പറയാമെന്നുള്ള രീതിയിൽ എഴുതിയിട്ടാണ് അവരെ കാണിച്ചത്. പുള്ളി നമ്മളെ കൂടെ ഉണ്ടാവും. അപ്പം റിമ പെർഫോം ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ചെയ്യാനും എല്ലാം പറ്റിയിട്ടുണ്ടാവും. ഇപ്പോഴും അങ്ങനത്തെ സിനിമകളൊക്കെ എൻ്റെ മനസ്സിൽ ആലോചിക്കാറുണ്ട്. അത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോണേഴ്സും കാര്യങ്ങളൊക്കെ പിന്നെ എഴുതി വരുന്നില്ല എന്നുള്ളൂ. ഈ പറഞ്ഞ പോലെ അത് കഴിഞ്ഞിട്ട് കുമ്പസാരവും ഞാൻ അതുപോലെ വളരെ സീരിയസ് ആയിട്ട് എഴുതിയൊരു സിനിമയാണ്. ഞാൻ എഴുതാനിരിക്കുമ്പം എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇമോഷണൽ സാധനങ്ങൾ അതിലുണ്ടാവണം. അങ്ങനെയാണ്. അങ്ങനത്തെ സാധനങ്ങൾ പണ്ടത്തേനേക്കാളും എനിക്ക് ആലോചനയിലുണ്ടെങ്കിലും അത് പേപ്പറിലേക്ക് പകർത്താനുള്ള ഒരു മടിയും അതാണ് ഇപ്പം എന്നെ ബാക്കൗട്ട് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ വേറെ എനിക്ക് വരുന്ന പ്രോജക്റ്റുകൾ അങ്ങനെ ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് പോകുന്നത്. പക്ഷേ ഒരു റൈറ്റർ ഡയറക്ടർ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഒരു ആസ് എ ഫിലിം മേക്കറിന് ഫുള്ളായിട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഫുള്ളായിട്ടുള്ളൊരു ഔട്ട് അതിൻ്റെ അകത്ത് ഉണ്ടാവാനും. പക്ഷേ വേറൊരാളുടെ ഒരു എഴുത്തിൽ ഏകദേശം ഞാൻ ആ ഒരു പോയിന്റിലേക്ക് എത്തിയത് ഇപ്പോൾ ഈ പടത്തിലാണ്. രാസ്ത ഇത് പുതിയ റൈറ്റേഴ്സാണ്. പക്ഷെ അവർക്കൊരു സ്ക്രിപ്റ്റിൻ്റെ കൃത്യമായ ഒരു ഫോർമുല വെച്ചിട്ടൊന്നല്ല അവർ എഴുതി. അവരൊരു വർഷങ്ങളായിട്ട് ഈ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കും. അവർ ഈ കഥ 2 പേരുണ്ട്, കഥ ഡിസ്കസ് ചെയ്തുകൊണ്ട് അവർക്ക് കിട്ടുന്ന എല്ലാ പോയിന്റ്സും എഴുതി വെച്ചിട്ടുള്ളൊരു വലിയ സാധനമായിരുന്നു. നമ്മുടെ ഒരു സിനിമ 2 മണിക്കൂറിൽ തീർക്കേണ്ട ഒരു സിനിമക്ക് അത്രയും ഇത് ആവശ്യമില്ല. പക്ഷേ അതിലുള്ള നല്ല ഭാഗങ്ങളൊക്കെ ചേർത്ത് നമ്മളൊരു ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി ചെയ്തു. അവർ നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവർക്ക് അവിടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നല്ല ഗ്രാഹ്യം ഉണ്ടായിരുന്നു. അപ്പം ഒരു സ്ക്രിപ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഓൾമോസ്റ്റ് നമുക്ക് ചില വൈബ് ഉണ്ടാവുമല്ലോ, ഇത് വർക്കാവില്ല അല്ലെങ്കിൽ വർക്കാവും എന്നൊക്കെ ഉള്ളൊരു സാധനം കിട്ടുമല്ലോ.
അപ്പോൾ ആ രീതിയിൽ എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യാൻ പറ്റിയതിൽ. ഇപ്പം തൊട്ടു മുമ്പ് വന്ന എന്നിവരുടെ കാര്യം പറയുമ്പം ഇപ്പം എന്നിവർ എന്നുള്ള സിനിമ ഭയങ്കര ഹോണ്ട് ചെയ്യുന്നൊരു സിനിമയാണ്. അപ്പോൾ നമുക്കത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അവരെ മറക്കാൻ പറ്റില്ല, നമ്മളെ നിരന്തരം വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. നമുക്ക് രണ്ടാമട്ടൊന്ന് റീവിസിറ്റ് ചെയ്യണം എന്ന് അത്ര എളുപ്പമല്ല അത്തരം പല സിനിമകൾ. അപ്പം അതിനകത്തുള്ള കഥാപാത്രം അനന്തു ഒരേ സമയം വളരെ ഇന്നസെൻറ്റും അതേസമയം വളരെ മെച്യൂർ ആയിട്ടുള്ള, ഇപ്പോൾ കുഞ്ഞിപ്പാനായിട്ടുള്ള 2 കോൺവെർസേഷനിലും അത് ഭയങ്കരമായിട്ട് മനസ്സിലാവും. അപ്പം ഈ ആ സിനിമയുടെ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ സിദ്ധാർത്ഥ് ശിവ ആണ് സംവിധായകൻ. ഒരു പ്രത്യേക സ്റ്റൈല് ഉള്ളൊരു സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും ഏറ്റവും നല്ല പെർഫോമൻസ് അതിനകത്തുള്ള പല അഭിനേതാക്കളുടെയും കാണാൻ പറ്റുന്നത്. അപ്പം ഇതിനകത്തും അങ്ങനെയായിരുന്നു. ലൈക്ക് നിങ്ങൾ മത്സരിച്ച് ഉള്ള എല്ലാവരുടെയും പെർഫോമൻസ് കാണാൻ പറ്റുമായിരുന്നു. അതേസമയം തന്നെ ഇതൊരു 2 വർഷം മുമ്പൊക്കെ ഷൂട്ട് കഴിഞ്ഞ സിനിമയാണ്, സമാന്തര സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ്. ഇത് OTT-ലും കൂടെ വന്ന സമയത്താണ് ഭയങ്കരമായിട്ട് ഇപ്പം ചർച്ചയാവുന്നത്. സോ എൻറ്റയർ എന്നിവരുടെ എക്സ്പീരിയൻസിനെ എങ്ങനെയാണ്? കാരണം നമുക്ക് നോക്കുമ്പോൾ ഇങ്ങനെ പല പല ആസ്പെക്റ്റുകൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം സർജാനൊക്കെ എങ്ങനെയായിരുന്നു എന്നിവരുടെ ഒരു എക്സ്പീരിയൻസ്? എന്നിവറിനെ പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും എന്നിവർ എന്നെ ഒരു ദിവസം സിദ്ധാർത്ഥ് സാറ് വിളിച്ചിട്ട് ഒന്ന് കാണണം എന്ന് പറഞ്ഞു. സിദ്ധാർത്ഥ് സാറാണ് എനിക്ക് ആദ്യമായിട്ട് സിനിമയിൽ വന്നിട്ട് ഒരു വർക്ക്ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു ജൂണിന് വേണ്ടിയിട്ട്. സിദ്ധാർത്ഥ് സാറായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത്. അപ്പം എനിക്ക് സിദ്ധാർത്ഥ് സാറിനോടുള്ളൊരു ധൈര്യം എന്ന് പറഞ്ഞാൽ സാറിന് എന്നെ കറക്റ്റ് അറിയാം. സാറാണ് എന്നെ സിനിമയിൽ വന്നിട്ട് ആദ്യമായിട്ട് ഗ്രൂം ചെയ്ത ഒരാൾ. അപ്പം എൻ്റെ പ്ലസും മൈനസൊക്കെ സിദ്ധാർത്ഥ് സാറിന് നല്ലതായിട്ട് അറിയാലോ. എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സാധനം ഡിസ്കസ് ചെയ്യാനാണെന്ന് പറഞ്ഞ് ഞാൻ പോയി കണ്ടു. കഥ കേട്ട്, അതായത് എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞു നമുക്ക് ചെറിയൊരു പരിപാടിയാണ്, ഇങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ അല്ല, ഒരു 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 ഐഡിയ ഉണ്ട്, അത് നമുക്ക് ഷൂട്ട് ചെയ്യാം എന്ന് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം സിദ്ധാർത്ഥ് സാർ എന്നെ വിളിക്കുമ്പം അതിലൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. സിദ്ധാർത്ഥ് സാറിന് എന്നെ കൊണ്ട് അത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെ 90% മൈ വർക്ക് ഇസ് ഡൺ എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം സമാധാനം, എന്തായാലും സാർ എന്തെങ്കിലും ആലോചിച്ചിട്ടായിരിക്കണമല്ലോ. കാരണം ഇതിന്റെ സമയത്തൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള സാർ പറഞ്ഞിട്ടുണ്ട് ഷൂട്ടിൽ തന്നെ എടുക്കുക, നീ എന്നെ ഭയങ്കരമായിട്ട് സർപ്രൈസ് ചെയ്ത് ജൂണിൽ. കാരണം സാറിന് ഭയങ്കര പേടി ഉണ്ടായിരുന്നു, നല്ല സംശയം ഉണ്ടായിരുന്നു എൻ്റെ കാര്യത്തിൽ മാത്രമായിരുന്നു, ഇവനെങ്ങനെ വരും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അപ്പൊ അത് സാർ എൻ്റെ അടുത്ത് പറഞ്ഞ സർപ്രൈസ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പം എന്നിവർ ചെയ്യുമ്പോൾ നമ്മളൊന്നും വലിയ അല്ലെങ്കിൽ അതിന് അപ്രിസിയേഷൻ കിട്ടുമെന്നോ അല്ല അങ്ങനത്തെ ഒരു സിനിമ ആവുമെന്നോ എന്നൊന്നും വിചാരിച്ചിട്ടില്ല. സ്ക്രിപ്റ്റ് നല്ല രസമുണ്ടായിരുന്നു. സ്ക്രിപ്റ്റ് അല്ല, അതിന്റെ സ്റ്റോറി. ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ടില്ല, പടത്തിന് സ്ക്രിപ്റ്റ് ഉണ്ടോയെന്ന് തന്നെ എനിക്കറിയില്ല, കണ്ടിട്ടില്ല. സിദ്ധാർത്ഥ് സാർ ഞങ്ങൾക്ക് സ്റ്റോറി പറഞ്ഞു, ഷൂട്ട് കഴിഞ്ഞു, പിന്നെ ഇത് കുറെ ഇതിന് പോകുന്നു, ഫെസ്റ്റിവൽസിന് പോകുന്നു, കണ്ടവരൊക്കെ വിളിച്ചിട്ട് നല്ല അഭിപ്രായം പറയുന്നു, ഇതിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നു, കുറെ അപ്രിസിയേഷൻസ് അതിൻ്റെ കൂടെ വരുന്നു. ആൻഡ് സിനിമ കാണുമ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ ഏറ്റവും ആസ് എൻ ആർട്ടിസ്റ്റ് ഞാൻ ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു സിനിമയാണത്. ആൻഡ് എനിക്ക് തോന്നുന്നത് എൻ്റെ കരിയറിലൊരു ഇമ്പോർട്ടൻറ്റ് ഫേസ് ആണ്, ഇമ്പോർട്ടൻറ്റ് സിനിമയാണത്. അതിലൂടെയാണ് ഞാൻ ശരിക്കും ഫെസ്റ്റിവൽ സിനിമകളെ പറ്റി അറിയുന്നതും ഫെസ്റ്റിവൽസിന് പോയി തുടങ്ങിയതും. ഇതൊക്കെ എന്നിവരിലൂടെയാണ്. അപ്പോൾ എനിക്കത് ഒരു ആർട്ടിസ്റ്റിന് കിട്ടുന്നത് നല്ല ഓപ്പണിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്, ഒരു എക്സ്പോഷർ ആയിട്ട്. ഇറ്റ്സ് എ വെരി ഗുഡ് ജേർണി. ഈ നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ ആടുജീവിതമാണ് മലയാളികൾ ഒരു ലിറ്ററേച്ചർ സ്പേസിൽ ഭയങ്കരമായിട്ട് മരുഭൂമിനെ അറിഞ്ഞത്. അപ്പോൾ മരുഭൂമിയിലുള്ള അവിടുത്തെ ജീവികളാണെങ്കിലും അവിടുത്തെ ഒരു ജീവിതമാണെങ്കിലൊക്കെ ആടുജീവിതത്തിലൂടെ അറിഞ്ഞു. അപ്പോൾ അത് വിഷ്വലായിട്ട് വരാൻ ആളുകൾ ഒരുപാട് വർഷമായിട്ട് ആടുജീവിതം എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ട് സംവിധായകനും നടനെയൊക്കെ പോലെ തന്നെ ആളുകളും കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ കുറച്ച് അതിങ്ങനെ വരുന്നൊക്കെ ഉള്ള ഒരു സമയത്താണ് രാസ്തയും ഒരുപാട് മരുഭൂമിയുടെ ഒരു ഭംഗിയായിട്ട് വരുന്നത്. സോ ഇപ്പോൾ തന്നെ ആളുകൾ ഇപ്പം നമ്മൾ കമൻസിലൊക്കെ നോക്കുകയാണെങ്കിലും ആടുജീവിതത്തിന് മുൻപേ ഒരു മരുഭൂമി പടം മലയാളത്തിൽ വരികയാണോ അങ്ങനെയൊക്കെ ഉള്ളതുണ്ടോ? അപ്പോൾ അത്തരം കമ്പാരിസൺസ് നിങ്ങൾ കണ്ടിരുന്നോ? എങ്ങനെയാണ് ഇപ്പോൾ ഒരു ആ സിനിമ ഇറങ്ങിയിട്ടില്ല, ബട്ട് സ്റ്റിൽ അതിനോട് നടത്തുന്ന കുറച്ച് കണക്ഷൻസ് ആളുകൾ കാണുന്നതോ അല്ലെങ്കിൽ അത്തരം കമ്പാരിസനൊക്കെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? രാസ്ത ടീം എങ്ങനെയാണ് കാണുന്നത്? കഥ കേട്ട സമയത്ത് ഡെസേർട്ട് ലോക്ക് എന്ന് പറയുന്ന ആ വാക്കുകളിൽ മാത്രമാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ആടുജീവിതം നമ്മൾ സിനിമ കണ്ടിട്ടില്ല, നമ്മളാരും കണ്ടിട്ടില്ല, എങ്ങനെയാണ് അത് എടുത്ത് വെച്ചേക്കുന്നതെന്ന് അറിയില്ല. പക്ഷെ നമുക്കറിയാം അതൊരു വലിയ ക്യാൻവാസിൽ വലിയ റേഞ്ചിലുള്ളൊരു സിനിമയായിരിക്കും. കാരണം ആ പുസ്തകം നമ്മൾ വായിച്ചാണ്, എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. ഞാനത് 2-3 ആവർത്തി വായിച്ചൊരു പുസ്തകമാണ്. അപ്പോൾ പക്ഷേ എനിക്ക് പറയാൻ പറ്റുന്നത് ഈ സിനിമയുടെ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ആ സിനിമയായിട്ട് യാതൊരു കമ്പാരിസൺ ആവശ്യമില്ലാത്തൊരു സിനിമയായിരിക്കും ഇത്. എന്ന് വെച്ചിട്ട് നല്ല എഫേർട്ടുള്ള ഈ സിനിമ ഈ കഥ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള
പെർഫോമൻസ് ആണെങ്കിലും മേക്കിങ്ങിലാണെങ്കിലും വലിയ ബഡ്ജറ്റിലാണെങ്കിലും ചെയ്തു വെച്ചേക്കുന്ന ഒരു സിനിമയാണ് രാസ്ത. പക്ഷേ ആ സിനിമ വേറെ ഇതിൽ നിൽക്കുന്നു, നമ്മുടെ സിനിമ വേറെ ഒരു രീതിയിലാണ് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഡെസേർട്ടിൽ ലോക്കാകുന്നുണ്ട്, പക്ഷെ അതൊരു സോളോ ലോക്കാണ്. അപ്പോൾ അത് മാത്രമല്ല, അയാളുടെ രീതികളും കാര്യങ്ങളൊക്കെ വേറെയാണ്. ഞാൻ പുസ്തകം വായിച്ച വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, എനിക്കറിയില്ല അത് എങ്ങനെയാണ് സിനിമയിൽ ബ്ലെസ് സാർ എടുത്തേക്കുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു, ഞാനും വെയിറ്റ് ചെയ്യുന്നതാണ് ഭയങ്കരമായിട്ട്. ഇതുമായിട്ട് യാതൊരു കമ്പാരിസൺ അല്ല. ആസ് എൻ ഓഡിയൻ എനിക്ക് ഭയങ്കരമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പടമാണ് ആടുജീവിതം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് വന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ അവിടെ വെറുതെ ഷൂട്ട് ചെയ്ത മൊബൈലിലും അതിലൊക്കെ ഷൂട്ട് ചെയ്ത് നമ്മുടെ കയ്യിലുള്ള വിഷ്വൽസ് ഒരു മേക്കിംഗ് വീഡിയോ പോലെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇറക്കിയപ്പോഴാണ് പബ്ലിക്കിൻ്റെ ഭാഗത്ത് നിന്ന് വരുമ്പോഴാണ് നമ്മൾ സീരിയസ് ആയിട്ട് ഞാൻ ആലോചിച്ചത്, അയ്യോ ഇത് അങ്ങനെ ഒരു കമ്പാരിസൺ വന്നാൽ ചിലപ്പോൾ നമുക്ക് നെഗറ്റീവായിട്ട് വരും. ഒരു പടം അങ്ങനത്തെ അതിൻ്റെ ഒരു കോപ്പി പോലെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റിയിട്ട് അങ്ങനെ അല്ല. ഇതിന് വളരെ സിൻസിയറായിട്ടുള്ളൊരു എഫേർട്ടും ഈ സിനിമേൻ്റെ പുറകിലുണ്ട്, രാസ്തൻ്റെ പുറകിലുണ്ട്. ഒരു പേടിയുണ്ട് അങ്ങനെ ഒരു കമ്പാരിസൺ. പക്ഷേ എനിവേ നമ്മളെ പടം ഇപ്പോൾ ഇറങ്ങുകയാണ്, ആടുജീവിതത്തിനേക്കാളും മുമ്പ് ഇറങ്ങുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ ഒരു വലിയ പ്രതീക്ഷകളും അല്ല അതുമായിട്ട് കമ്പാരിസൺ ഒന്നും ഇല്ലാണ്ട് തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും രാസ്ത എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സർജാനൊക്കെ എന്താണ് പറയാനുള്ളത്? ഇത് തന്നെയാണ്, കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ആ സിനിമ എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. ഞാൻ അത് വായിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അങ്ങനെയും പറയാൻ പറ്റില്ല. ബട്ട് സെയിം ടെറൈൻ ആണെന്ന് മാത്രമേ ഉള്ളൂ. മരുഭൂമിന്റെ മാത്രമല്ല, അതിൽ വേറൊരു സംഭവം വന്നത് രസകരമായിട്ട് ഇവന്റെ ഒരു പോസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അന്നേരം. ആ സമയത്ത് ഇവനിങ്ങനെ നിൽക്കുന്ന ഒരു പോസ്റ്റർ ഇട്ടപ്പം പെട്ടെന്ന് അത് ഒരു പൃഥ്വിരാജിന്റെ ഒരു ചെറുപ്പകാലം പോലെയും തോന്നി. എനിക്ക് അങ്ങനെ കുറെ പേര് എൻ്റെ അടുത്ത് പൃഥ്വിരാജിന്റെ ഒരു ലുക്കിൽ വന്നു എന്ന് പറഞ്ഞപ്പം അതും ഇതുമായിട്ടൊക്കെ അങ്ങ് വന്നുപോയി അറിയാണ്ട്. അതാണ് അതിൻ്റെ ഒരു. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കമ്പയർ ചെയ്യപ്പെടുമെന്നും തോന്നുന്നില്ല, കമ്പയർ ചെയ്യേണ്ട ആവശ്യം ഇല്ലാന്ന് തോന്നുന്നു. രണ്ടും രണ്ട് സാധനമാണ്. ഡെസേർട്ട് എന്ന് മാത്രമേ ഉള്ളൂ. സ്റ്റോറി നമ്മുടെ സ്റ്റോറി ആടുജീവിതമായിട്ട്, അത് ആടുജീവിതം കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അതിനകത്ത് ഇപ്പൊ നമ്മൾ ട്രെയിലറിലാണ് ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാവുന്നതല്ല, ഒരുപാട് വർഷത്തെ ഒരു ലൈഫും അവിടെ പെടുന്ന ഒരു ഒരുപാട് വലിയൊരു ഇതിലാണ്, വലിയ പീരീഡ് ഓഫ് ടൈം തന്നെ ഒരു വലിയ ക്യാൻവാസിലുള്ള നോവലാണ്. ഇപ്പൊ നേരാണ് ഭയങ്കര ഹിറ്റ് ആയിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമ. അപ്പൊ ബിഗ് ബ്രദറിലുള്ള സർജാനോട് ഒരു ഡയലോഗ് ഭയങ്കര ഹിറ്റായിരുന്നു ആ സമയത്ത്, എൻ്റെ ഏട്ടൻ എന്ത് സുന്ദരനാന്നൊക്കെ ഉള്ളത്. അത് ട്രോളായിട്ടും അല്ലാതെ വൈറലായിട്ടും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നേരെ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് തുടക്കത്തിൽ തന്നെ ഒരു ഇപ്പൊ മോഹൻലാലിന്റെ ഒരു തിരിച്ചുവരവ് അങ്ങനെയൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആളുടെ ഒപ്പം വർക്ക് ചെയ്തിട്ടുള്ള ഒരാൾ ഭയങ്കര കരിയറിൽ വളരെ യങ് ആയിരിക്കുമ്പോൾ തന്നെ ആളുടെ ഒപ്പം വർക്ക് ചെയ്തിട്ടുള്ള ആളെന്നുള്ളതിൽ നോക്കുക. ഇപ്പൊ ഒരുപാട് പേര് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നേരിന്റെ വിജയത്തെ മൊത്തത്തിൽ ഇൻഡസ്ട്രി ആണെങ്കിലും പ്രേക്ഷകരാണെങ്കിലും ഒക്കെ അങ്ങനെ ഒരു ലാലേട്ടൻ കോർ ഫാൻസ് മാത്രമൊന്നുമല്ല ആഘോഷിക്കുന്നത്. സോ ഇപ്പൊ ഒരു ബിഗ് ബ്രദറിന്റെ സമയത്ത് തന്നെ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പൊ നമ്മള് അങ്ങനെ ഒരുപാട് സ്വാഭാവികമായിട്ടും ഒരു ഇഷ്ടപ്പെടുന്നതും ഒക്കെ ഉള്ള ഒരു നടനായിരിക്കുമല്ലോ. അപ്പം ആ ഒരു എക്സ്പീരിയൻസും പിന്നെ നേര് ഭയങ്കര ഹിറ്റായിട്ടൊക്കെ ഇപ്പോഴും അവർ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ലൈക്ക് ഇത്രയും വലിയ ക്രൗഡ് പുള്ളറായിട്ട് ഇങ്ങനെ നിലനിന്നു പോകുന്നതൊക്കെ കാണുന്ന സമയത്ത് ഒരു ആസ്പയറിങ് ആളെന്നൊക്കെയുള്ള നിലയ്ക്ക് ലൈക്ക് എന്താണ് ഒരു ടോട്ടൽ എക്സ്പീരിയൻസ്, ബിഗ് ബ്രദറിന്റെ എക്സ്പീരിയൻസും ഇപ്പൊ നേരിന് കിട്ടുന്ന ഒരു വിജയമൊക്കെ കാണുമ്പോൾ? ബിഗ് ബ്രദർ ചെയ്യുമ്പോഴും നമ്മൾ നേരിന് കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് ആണ് നമ്മൾ ബിഗ് ബ്രദറിലും ആഗ്രഹിക്കുന്നതും വിചാരിക്കുന്നതും. ലാലേട്ടനെ പോലെ ഒരു ആക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നോട്ട് എവറി ടൈം നമ്മൾ വിചാരിക്കണ പോലെ കാര്യങ്ങൾ നടക്കണം എന്നില്ല. പക്ഷെ ഫോർ മീ ഇതൊന്നും പ്ലാൻഡ് ആയിരുന്നില്ല. എനിക്ക് ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റി, ലാലേട്ടൻ്റെ കൂടെയും സിദ്ദീഖ് സാറിനോടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റി. അവരല്ലാതെ തന്നെ ബാക്കിയുള്ള എല്ലാ സീനിയർ ആർട്ടിസ്റ്റ്, സിദ്ദീഖ് സാർ, അങ്ങനെ കുറെ പേരായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്ര കരിയറിന്റെ ഈ ഏർലി സ്റ്റേജിൽ തന്നെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായി പോകും. ഇവര് ലെജൻഡ്സ് ആണ്. ഇവരുടെ ബോഡി ഓഫ് വർക്ക് കുറെ ഉണ്ട്, പ്രൂവ് ചെയ്താണ്. ഒന്നും പ്രൂവ് ചെയ്യാനില്ല അവർക്ക്. സോ ഫോർ മീ അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു, വലിയൊരു എക്സ്പോഷർ ആയിരുന്നു അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ്. ആൻഡ് ലാലേട്ടൻ്റെ ഓരോ സിനിമകൾ വിജയിക്കുമ്പോഴും അത് നമുക്ക് സന്തോഷം തരുന്നുള്ളൂ. ബിക്കോസ് വി നോ ദ സോർട്ട് ഓഫ് പേഴ്സൺ ഹി ഈസ്. എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി ലാലേട്ടനെ അറിയുമ്പം നമ്മൾ ആരെയും കൂടുതൽ പേഴ്സണലി അവരെ ഇഷ്ടപ്പെടുമ്പം അവർ ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കണം എന്നല്ലേ ആഗ്രഹിക്കുള്ളൂ. അപ്പം ഇത് കാണുമ്പോൾ സന്തോഷമുള്ളൂ, ഭയങ്കര സന്തോഷമുണ്ട്.
ഈ റൈറ്റേഴ്സിന്റെ ഇപ്പൊ ഒരു കുറച്ചുകൂടെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഇപ്പൊ സിനിമയിലെ ഒരു സമയത്ത് നമ്മൾ അഭിനേതാക്കളെ കാര്യമായിട്ട് അറിഞ്ഞിരുന്നത്, ഇപ്പൊ അതിനപ്പുറത്തേക്കുള്ള ഡയറക്ടറിനെയും ഇപ്പൊ ക്യാമറയിലുള്ളവരെയും എഡിറ്റേഴ്സിനെയും അങ്ങനെ പല പല ഫീൽഡിലുള്ളവരെ സാധാ പ്രേക്ഷകർ വരെ കാര്യമായിട്ട് അറിയുന്നുണ്ട്. അപ്പൊ അതേപോലെ ഒരു പ്രധാന സെക്ഷനായിട്ട് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നതാണ് റൈറ്റേഴ്സ്. ഇപ്പം പുതിയ പുതിയ ഒരുപാട് റൈറ്റേഴ്സ് വരുന്നു. അപ്പം ഈ അടുത്തൊക്കെ ഇപ്പം മിഥുൻ മാനുവൽ അടക്കമുള്ളവരൊക്കെ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ റൈറ്റേഴ്സിന് നന്നായിട്ട് ആക്ച്വലി പേ ചെയ്യണം. ബിക്കോസ് അവരൊരു വർഷം അല്ലെങ്കിൽ അത് മിഥുൻ മാനുവൽ പറഞ്ഞ ഒരുപാട് പേര് കൂടെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പം ഒരു വർഷം 1.5 വർഷം അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഒരു സ്റ്റോറി എടുത്ത് വരുന്നത്. അപ്പം റൈറ്റേഴ്സിന് നന്നായിട്ട് പേ ചെയ്ത് കഴിഞ്ഞാലാണ് സ്വാഭാവികമായിട്ട് നല്ല കഥകൾ മലയാളത്തിൽ വരിക. ആൻഡ് ബാക്ക് ബോൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു എല്ലാ സിനിമയുടെയും ബേസ് എന്ന് പറയുന്നത് ഒരു നല്ല സ്റ്റോറി ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു അവാർഡ് വിന്നിങ് റൈറ്ററും കൂടി ആയ സ്ഥിതിക്ക് ഞാൻ ചോദിക്കുകയാണ്, റൈറ്റേഴ്സിനോടുള്ള ഒരു ഇൻഡസ്ട്രിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് മാറി വരുന്നുണ്ടോ? അല്ല, റൈറ്റേഴ്സിനോട് അങ്ങനെ ഒരു വേറെ രീതിയിൽ വിവേചനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. റൈറ്റേഴ്സ് പേയ്മെൻറ്റ് ഒരു കാര്യത്തിലും, ആക്ടിങ്ങിൻ്റെ ആവട്ടെ അല്ലെങ്കിൽ ഡയറക്ടറുടെ ആവട്ടെ, റൈറ്റേഴ്സിനാവട്ടെ DOPൻ്റെ ആവട്ടെ, പേയ്മെൻറ്റിൻ്റെ കാര്യം നമ്മളങ്ങനെ ഡിസ്കസ് ചെയ്യുക. അത് അവർ തീരുമാനിക്കുന്നത്. ഞാൻ റൈറ്ററാണ്, ഞാൻ തീരുമാനിക്കണം എൻ്റെ ഈ കഥയ്ക്ക് ഇത്ര പൈസ വേണം. അപ്പം മറ്റേ ആൾ സെൻസിബിളായിട്ടുള്ള ഒരാളാണ്, അയാളെ ഇതൊരു ബിസിനസ് ചെയ്യുന്നതാണ്, അയാൾക്കറിയാം ഇത് ഇത്ര പൈസ കൊടുത്താൽ വർത്താണെന്ന് തോന്നുമ്പോഴല്ലേ അത് നടക്കുള്ളൂ. അല്ലാണ്ടൊരു മോശം കഥ ഞാൻ എഴുതിയിട്ട്, അതുപോലെ ഞാനൊരു 2 വർഷം എടുത്തിട്ട് എഴുതി കഥ ഭയങ്കര നന്നാവണമെന്നില്ല, 2 വർഷം ഞാൻ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. അതല്ലല്ലോ ആ സ്ക്രിപ്റ്റിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത്. അതേ സമയത്ത് നമ്മൾ എനിക്ക് ഇഷ്ടമുള്ള, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ലോയി സാറിനെ പോലത്തെ ഒരാളൊക്കെ പിന്നെ കിരീടം പോലത്തെ സിനിമയൊക്കെ എഴുതിയത് നമ്മൾ ഒരുപാട് ഇൻ്റർവ്യൂവിൽ കേട്ടതാണ്. അതൊക്കെ എനിക്ക് തോന്നുന്നത് ഷൂട്ടിൻ്റെ തലേന്നോ 2 ദിവസം മുമ്പൊക്കെ എഴുതിയെന്നാണ് പറയുന്നുള്ളത്. അപ്പം എന്ന് വെച്ചിട്ട് ആ സ്ക്രിപ്റ്റ് വാല്യൂ ഇല്ലാത്തതാണ്. അപ്പം ഒരു വർഷം എടുത്തിട്ട് എഴുതുന്ന ഒരു സ്ക്രിപ്റ്റ് ഭയങ്കര വാല്യൂ ഉള്ളതാണ്, കുറച്ച് ദിവസം എടുക്കുന്നത് വാല്യൂ ഇല്ലാത്ത അങ്ങനെയൊന്നുമില്ല. ആ കണ്ടൻറ്റ് എന്താണെന്നുള്ളതാണ്, അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് അതിൻ്റെ വാല്യൂ തീരുമാനിക്കേണ്ടത് എഴുതിയ ആൾ തീരുമാനിക്കണം, അത് എടുക്കേണ്ട ആൾ, ഡയറക്ടറാവട്ടെ പ്രൊഡ്യൂസറാവട്ടെ, ഇത് ഇത്ര പൈസ കൊടുത്ത് എടുക്കാനുണ്ടോ എന്നുള്ളത് തീരുമാനിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. റൈറ്റേഴ്സിനെ അങ്ങനെ മാറ്റി നിർത്തുന്ന ഒരവസ്ഥ ഇല്ല. അത് മാറ്റി നിർത്തുന്നതല്ല, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടണം. തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ചിലപ്പം കഥ കേൾക്കാനുള്ള അവസരങ്ങൾ ചിലപ്പോൾ കുറയുന്നുണ്ടാവും. അതാണ് അവർ ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ പ്രശ്നമായിട്ട്. നല്ല സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടാവും, ആ സാധനം ചിലപ്പം എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ പറ്റാത്തൊരു പ്രശ്നം ഉണ്ടാവും. ഇപ്പം നമ്മളിപ്പം സിനിമകൾ ചെയ്യുന്നതാണെങ്കിലും ഞാനിപ്പം ഒരു സൂപ്പർ സ്റ്റാറിന് വേണ്ടിയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ 2 സൂപ്പർ സ്റ്റാർ വേണം, എനിക്കത് 2 പേരെടുത്തും കൊണ്ടുപോയി എത്തിക്കാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്താ പറഞ്ഞാൽ, സോക്കോൾഡ് അവരുമായിട്ട് കുറേ കൂടെ പരിചയമുള്ള, അവരുടെ പടം ചെയ്ത ഒരാൾക്ക് അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് എഴുതിയാൽ ചിലപ്പോൾ പെട്ടെന്ന് എത്തി. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന ഒരാൾ ഗംഭീരമായിട്ട് എഴുതിയ ഒരാളായിരിക്കും, അത് ചിലയാൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും, പക്ഷെ ആ കഥ പറയാൻ പറ്റില്ല. ചിലയാൾ നന്നായിട്ട് പറയും, 10 മിനിറ്റൊക്കെ ചിലപ്പോൾ സമയം കിട്ടില്ല. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് ആ കഥ അയാൾ എഴുതിനേക്കാളും ഭംഗിയായിട്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റും. ഇതിൻ്റെ പല വേർഷൻസ് ഉണ്ട്. അപ്പം അതൊക്കെയാണ് അതിൻ്റെ ഒരു ഘടകമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇന്റിമേറ്റ് സീനുകളുടെ കാര്യം പറയും. ഇപ്പോൾ പണ്ട് ഇപ്പോൾ ഒരു ലിപ് ലോക്ക് രംഗം അല്ലെങ്കിൽ അങ്ങനത്തെ ഇന്റിമേറ്റ് സീൻ കഴിഞ്ഞാൽ ഭയങ്കര ചർച്ചയായിരിക്കും. സിനിമയ്ക്ക് മുമ്പൊക്കെ ഈ സീൻ ഇതിനകത്ത് ഉണ്ടെന്നൊക്കെ പറയും. പക്ഷെ ഇപ്പം ആളുകളും ഇപ്പം സർജാനോൻ്റെ കരിയറിൽ നോക്കുകയാണെങ്കിൽ ചില സിനിമകളിൽ അത്തരം രംഗങ്ങൾ വന്നിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആ സിനിമയ്ക്ക് വളരെ കോറിൽ ആവശ്യമുള്ള സീനുകളിലൊക്കെയാണ്. അപ്പം ആളുകളുടെ ആറ്റിറ്റ്യൂഡ് മാറുന്നതായി തോന്നുന്നുണ്ട്. ഇപ്പോൾ പണ്ട് ഇപ്പം ടോവിനോൻ്റെ കാര്യത്തിലാണെങ്കിലൊക്കെ പലപ്പോഴും കിസ്സിങ് സ്റ്റാർ അങ്ങനത്തെ കുറച്ച് ലേബൽ കൊടുക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എല്ലാ ഇൻഡസ്ട്രിയിലും, ഇന്ത്യയിലെ ഒരുവിധം എല്ലാ ഇൻഡസ്ട്രിയിലും ഇതൊരു ടാബുമായിട്ടൊക്കെ കാണുന്നതുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതിങ്ങനെ മാറി വരുന്നുണ്ട്. സിനിമ ഒരു എസ്തെറ്റിക് പ്ലഷറിൽ ആളുകൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരുടെ ഭാഗത്ത് ചേഞ്ച് വന്നു എന്ന് കരുതുന്നുണ്ടോ? എല്ലാ സാധനം ഐ തിങ്ക് ഇറ്റ്സ് എ മിക്സ് ഓഫ് ബോത്ത്. രണ്ടും ഉണ്ട്. ചില ആൾക്കാർക്ക് തോന്നും ചെയ്യണ്ടെന്ന്, ചില ആൾക്ക് തോന്നും ചെയ്യാന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ആലോചിച്ചിട്ടില്ല. അതായത് ഞാൻ ചിലപ്പം കുറച്ച് ചെറുതായിരുന്ന സമയത്തൊക്കെ സിനിമയിൽ വരുന്നതിന് മുമ്പൊക്കെ അങ്ങനെ ആലോചിക്കും, അയ്യോ അതിപ്പോ മോശമല്ലേ എന്നൊക്കെ അന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടാവാം. പക്ഷെ ഇപ്പം എനിക്കിപ്പം ഒരു ക്യാരക്ടർ വരുമ്പോ ഇപ്പം 4 years ഉണ്ടായിരുന്നപ്പോഴാണെങ്കിൽ ആ സീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പം അതങ്ങനെയാണ് പോർട്രേ ചെയ്തിട്ടുള്ളത്. ഇറ്റ്സ് നോട്ട് ഇന്റിമേറ്റ് സീനാണ്. അത് ഭയങ്കര ലസ്റ്റ്ഫുൾ സാധനം കാണിക്കാനോ അല്ലെങ്കിൽ ആ ഒരു ഉദ്ദേശത്തിലല്ല.
ആൾക്കാർക്ക് അതിനുള്ള എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പം ഞാൻ അങ്ങനെ ആ ഒരു സീൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ അത് ചെയ്യും, അത്രേ ഉള്ളൂ. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം എല്ലാവർക്കും സിനിമാ നടന്മാർക്കാണെങ്കിലും ബാക്കി ഏതെങ്കിലും രീതിയിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് വരുന്ന എല്ലാവരും അവരുടെ ഫീൽഡിന്റെ അപ്പുറം സോഷ്യൽ മീഡിയയിലും ഒരു ഓറ അല്ലെങ്കിൽ ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്ത് നിൽക്കാറുണ്ട്. നമ്മൾ റെലവെന്റ് ആയിട്ട് നിൽക്കുന്നതിന്റെ പാർട്ടായിട്ട് തന്നെ സോഷ്യൽ മീഡിയ പ്രസൻസിനെയും കാണുന്ന ഒരു ട്രെൻഡ് നമുക്കിപ്പോൾ കാണാൻ പറ്റും. സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ചെയ്യുന്നവർ തന്നെ സിനിമാക്കാരോടൊപ്പം തന്നെ വലിയ സ്റ്റാറുകൾ പോലെ പരിഗണിക്കപ്പെടുന്ന ഒരു സമയമാണ്. പക്ഷെ സർജാൻ്റെ ഇപ്പൊ ഇൻസ്റ്റ ഒക്കെ നോക്കുവാണെങ്കിൽ ചില ഫോട്ടോസ് കഴിഞ്ഞാൽ അധികവും അഭിനയിക്കുന്ന സിനിമകളെ പറ്റിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ അത്രേ ഉള്ളൂ. സോഷ്യൽ മീഡിയ എങ്ങനെയാണ് പൊതുവെ അങ്ങനെ ഭയങ്കര ആക്റ്റീവ് അല്ല എന്നാണ് പൊതുവെ യങ്സ്റ്റേഴ്സ് ഒക്കെ അല്ലെങ്കിൽ ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള എല്ലാവരും കുറച്ചുകൂടി ഇൻസ്റ്റയിൽ ആക്റ്റീവ് ആവാൻ. വേറൊരു കാര്യം തന്നെ നമുക്കിപ്പോൾ ഒരു ഏറ്റവും യങ്ങർ ജനറേഷനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് എന്ന് പറയുന്നതും ഇൻസ്റ്റയാണ്. സോ പക്ഷെ ഇൻസ്റ്റയിൽ അത്ര ആക്റ്റീവ് ആയിട്ട് എനിക്ക് ജസ്റ്റ് പ്രൊഫൈൽ നോക്കിയോ തോന്നിയില്ല. സോ എങ്ങനെയാണ് സോഷ്യൽ മീഡിയ സംഭവം എന്ന് പറഞ്ഞാൽ സിനിമയിൽ വന്നതിന് ശേഷം എനിക്ക് ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി. കാരണം അതുവരെ എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഞാൻ ആലോചിച്ചിട്ടല്ല. നമ്മളൊരു പേഴ്സണൽ സാധനമായിട്ടാണ്. പക്ഷെ ആഫ്റ്റർ പോയിന്റ് നമുക്ക് കുറെ ആൾക്കാർ നമ്മൾ ഫോളോ ചെയ്യുന്നു, ഫോട്ടോസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ മെസ്സേജസ് ഉണ്ടാവും. എനിക്ക് എവിടെയോ ആ എക്സ്പെക്ടേഷൻ കുറച്ച് കൂടുതലാന്ന് തോന്നും. അതായത് പക്ഷെ എന്നാൽ പോലും ഞാൻ ആക്റ്റീവ് ആണ്. പക്ഷെ ഞാൻ കൂടുതൽ ഇൻസ്റ്റഗ്രാം എനിക്ക് തോന്നുന്നത് ഇപ്പം ഞാനിപ്പോഴും ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് ഇൻസ്റ്റഗ്രാം എനിക്ക് ഈ ട്രെൻഡും പിന്നെ ഈ എന്താ പറയാ ഇടയ്ക്ക് എനിക്ക് ഇൻസ്റ്റഗ്രാം ഭയങ്കര ടോക്സിക് ആയിട്ട് തോന്നും. ചില കാര്യങ്ങൾ എനിക്ക് കാരണം ഇപ്പം ഞാൻ തന്നെ ആണെങ്കിലും ഞാൻ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ വേറെ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ അതിൽ ആ ലൂപ്പിൽ പെട്ടുപോകും. റീലൊക്കെ കണ്ട് ഇങ്ങനെ പോകും. ഐ തിങ്ക് നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന പല സാധനങ്ങളും നമ്മളെ സബ് കോൺഷ്യസ്ലി നമ്മൾ ഫീഡ് ചെയ്യുന്നുണ്ടാവും. അതില് എന്തോ ആവും. ഇപ്പം വർക്ക് ഇല്ലാത്തൊരു സമയം എന്ന് വിചാരിക്കാം. ഇപ്പൊ കൊറോണയുടെ ഒക്കെ സമയത്ത് പലർക്കും വർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാനൊക്കെ എന്താണ് നെക്സ്റ്റ്, കാരണം അതിന് മുമ്പ് ഉണ്ടായിരുന്ന സിനിമ മര്യാദക്ക് വർക്ക് ആയിട്ടില്ല. അപ്പൊ കൊറോണ ഒരു വലിയൊരു ഗ്യാപ്പായിരുന്നു. ആ സമയത്തൊക്കെ നമ്മള് വേറെ ആൾക്കാരുടെ വർക്ക് കാണുമ്പോൾ നമുക്കൊരു ഐ എം ഹാപ്പി ഫോർ ദം. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് എവിടെ അയ്യോ നമുക്ക് വർക്ക് ഇല്ലല്ലോ എന്നുള്ളൊരു വിഷമം തോന്നും. മൊത്തത്തിൽ എനിക്ക് സോഷ്യൽ മീഡിയ ആയിട്ട് ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരാളുണ്ട്, ഇങ്ങനെ ഒരു ആക്ടറുണ്ട്, അപ്പം അങ്ങനെ ഒരു സൈഡിലൂടെ കൊണ്ടുപോവാണ്. എനിക്കിപ്പം അങ്ങനെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാനുള്ളൊരിത് തോന്നാറുള്ളത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആഗ്രഹമുണ്ട് ഇപ്പൊ എല്ലാവരും എന്നെ പറയും കുറച്ച് ആക്റ്റീവ് ആവുക അല്ലെങ്കിൽ കുറച്ച് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ ചിലപ്പോൾ ചെയ്യായിരിക്കും. ഇപ്പം മലയാളത്തിൽ ഇപ്പൊ നമുക്ക് 2023 ഇപ്പോൾ ഇയർ എൻഡിങ് കണക്കുകളൊക്കെ വരുന്ന സമയമാണ്. അപ്പൊ ആ സമയത്ത് പറയുന്നതാണ് ഇപ്പം 200 അതിന് മേലെയൊക്കെ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് തിയേറ്ററിൽ തന്നെ. അപ്പൊ അതിനകത്ത് തന്നെ ചിലത് കോവിഡ് സമയത്ത് അങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ OTTക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത സിനിമകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. തിയേറ്ററിന് വേണ്ടി തന്നെ എടുത്ത സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ഇനിയും ഇറങ്ങാൻ ഒരുപാട് സിനിമകളുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു സൂപ്പർ ഹിറ്റ് ആവുന്ന സിനിമകളുടെ എണ്ണം 4-5 ആണ്. അതിനുശേഷം ഉള്ള ഒരു ലെവൽ ഓഫ് ഒരു ബ്രേക്ക് ഈവൻ ആയിട്ട് വരുന്ന സിനിമകളുടെ എണ്ണം. ഇപ്പം നിങ്ങൾ ഈ സിനിമ ഫീൽഡിലുള്ളവർ എന്നുള്ള നിലയ്ക്ക് ഇത്തരം കണക്കുകളൊക്കെ അതേസമയം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പുറത്ത് 1000 കോടിയും 2000 കോടിയൊക്കെ എത്തുന്ന പല ഇൻഡസ്ട്രിയിലെ സിനിമകളുണ്ട്. മറ്റ് ഇൻഡസ്ട്രിയിലെ സിനിമകൾ കേരളത്തിലെ തിയേറ്ററുകളിൽ വന്ന് കോടിക്കണക്കിന് രൂപ വരുന്നുണ്ട്. ഇത്തരം കണക്കുകളൊക്കെ ജനങ്ങളുടെ കയ്യിലും കൂടെ ഉണ്ട് ഇപ്പോൾ കുറേം കൂടെ. ഇത് ഇൻഡസ്ട്രിയുടെ അകത്തുള്ളവർക്ക് എപ്പോഴെങ്കിലും ഇത്തരം കണക്കുകൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ബോധർ ചെയ്യാറുണ്ടോ? നിങ്ങളൊരു വർക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സിനിമയായിട്ട് പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തുന്ന സമയത്ത്? ബോധർ ചെയ്യേണ്ടതാണ്. അത് എല്ലാ കണക്കുകളും സത്യമാവണമെന്നില്ല. ഇത് ആരെങ്കിലും തോന്നുന്ന കുറേ കണക്കുകളൊക്കെ വിടുന്നുണ്ടാവും, അത് സത്യമാവണമെന്നില്ല. പക്ഷേ അതിൻ്റെ ക്രിയേറ്റീവ് സൈഡ് സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ പോലും അയാളും ആ ബിസിനസ്സിൽ പാർട്ട്ണറാണല്ലോ, അറിയാം. അപ്പം അയാൾ പോലും അതിനെക്കുറിച്ചൊരു ബോധറാവേണ്ടതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇത്രയും, നമ്മുടെ മാൻ പവർ ആവട്ടെ, സമയമാവട്ടെ, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ആവട്ടെ, അപ്പോൾ അതല്ല അത്രയും സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു റിട്ടേണിനെ കുറിച്ചൊരു എന്താണ് അതിൻ്റെ പ്രൊഡ്യൂസർ ഇത് ചിലവാക്കുന്ന ആൾക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് കൂടി അറിയണം. അങ്ങനെ ഒരു ഫിനാൻഷ്യൽ പിന്നെ റിട്ടേണൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അതിൻ്റെ മേക്കർക്കും അതിൻ്റെ ബാക്കിയുള്ള
ആൾക്കാർക്കും ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ധാർമ്മികമായിട്ടൊരു ഉത്തരവാദിത്വം ഉണ്ട്. ബാക്കി നമുക്ക് പറയേണ്ട കാര്യമില്ല. ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് വന്നിട്ട്, ഞാനൊരു ആക്ടറാണെങ്കിൽ എൻ്റെ അടുത്ത് വന്നിട്ട് ഇന്ന സിനിമയിൽ അഭിനയിക്കുമെന്ന് വെച്ചാൽ ഞാൻ ആ കഥ കേട്ടിട്ട് പറയുകയാണ്, അയ്യോ ഈ കഥ വർക്കാവില്ല എന്ന് ഞാൻ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇത്ര പൈസക്ക് ഇത് എടുക്കരുത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ എന്നെ മാറ്റിയിട്ട് വേറെ ആളെ വെക്കും. അപ്പം അതിൻ്റെ ഒരു രീതിയിൽ ആ കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ റിട്ടേൺസിനെ കുറിച്ചിട്ടും ഇതിൻ്റെ ബിസിനസ്സിനെ കുറിച്ചിട്ടും കൃത്യമായിട്ട് ബോധ്യം ഇതിൻ്റെ പ്രൊഡ്യൂസർമാർക്കും എല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ്. പ്രൊഡ്യൂസർമാർക്കും ആണെങ്കിൽ ഈ സിനിമ ഉണ്ടാക്കുന്നവർക്കും ഇതിൻ്റെ എഴുതുന്നവർക്കും എല്ലാവർക്കും ഉണ്ടെങ്കിൽ കുറെ കൂടെ നല്ലതായിരിക്കും. ഇപ്പം എന്തൊക്കെ സാധ്യതകളുണ്ട്, എന്തൊക്കെയാണ് ഇതിൻ്റെ എന്നുള്ള ഒരു ബോധമെങ്കിലും എല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ്. സർജാനൊക്കെ എങ്ങനെയാണ് ഇപ്പം ഇത്തരം ചില സിനിമകൾ 1000-2000 കോടി എത്തുന്നു, അതേ സമയത്ത് തന്നെ ഇപ്പുറത്ത് കണക്കുകൾ വരികയാണ്, പല പടങ്ങളും അങ്ങനെ ജയിക്കുന്നില്ല. അപ്പം അതൊരു തരം ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കണക്കുകൾ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണോ? എനിക്ക് തോന്നുന്നത് അതിനെപ്പറ്റി അവെയർ ആവുന്നത് ഇൻഡസ്ട്രിയിലുള്ള എല്ലാവർക്കും ബെനിഫിഷ്യൽ ആണ്. അതിനെപ്പറ്റി കാരണം നമ്മളുള്ള ഇൻഡസ്ട്രിയാണ്, എങ്ങനെയാണ് ഇതിന്റെ ബിസിനസ് വർക്ക് ചെയ്യുന്നതെന്നും എത്രക്കാണ് പോകുന്നതെന്നും എന്താണ് ഇപ്പം ഉള്ളൊരു വാല്യൂ, ഒരു സിനിമ ഇങ്ങനത്തെ സിനിമകളാണ് ഓടുന്നത്, ആൾക്കാരെ കാണുന്നുണ്ടോ ഇല്ല, അതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് ഐ തിങ്ക് ദാറ്റ് മൈറ്റ് ഹെൽപ്പ് സംവെയർ ആസ് എൻ ആർട്ടിസ്റ്റ്. ഓർ അല്ലാണ്ട് ഇപ്പം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിലോ അങ്ങനെയൊക്കെ. അല്ലാതെ ഇതിപ്പം അങ്ങനത്തെ കണക്കുകൾ കാണുമ്പോൾ പേടിയോ അങ്ങനെയൊന്നുമില്ല. എനിക്ക് അവെയർ ആയിരിക്കുക. പിന്നെ ദ ബിഗർ ദ നമ്പർ ദ ബിഗർ ദി ഇൻഡസ്ട്രി ഗെറ്റ്സ്. കുറച്ചുകൂടെ അത് വലുതാന്നോളം എല്ലാവരും, എനിക്ക് തോന്നുന്നത് ഒരു വലിയ സിനിമ ഉണ്ടാകുമ്പം അത് എല്ലാവരെയും ആ ഫുൾ ചെയിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഇറ്റ്സ് ഓൾ ഗുഡ്. ഓക്കെ. അപ്പോൾ ഇത്രയും സമയം രാസ്തയെ കുറിച്ചും രണ്ടുപേരുടെ കരിയറിനെ കുറിച്ചിട്ടും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചതിന് ഒരുപാട് നന്ദി. രാസ്ത മികച്ചൊരു സിനിമ ആയിട്ട് പ്രേക്ഷകരുടെ മുമ്പിൽ എത്തട്ടെ, ഒരുപാട് ആളുകൾ വന്ന് കാണട്ടെ, ഇഷ്ടപ്പെട്ട സിനിമയായി മാറട്ടെ. താങ്ക് യു സോ മച്ച്.